കഴിഞ്ഞയാഴ്ച നടന്ന UK പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഹാംഷെയർ കൗണ്ടിയിലെ ഏക ലേബർ പാർട്ടി കൗൺസിലറായി ജയിച്ചു കയറിയ സജീഷ് ടോം ബേസിംഗ്സ്റ്റോക്ക് ബറോ കൗൺസിലിന്റെ പുതിയ ഡെപ്യൂട്ടി മേയറായി ചുമതലയേറ്റു. ഒരേ സമയം കൗണ്ടി കൗൺസിലിലും ബറോ കൗൺസിലിലും അംഗമാവുക എന്നത് തന്നെ വിരളമാണെന്നിരിക്കെ അതിനൊപ്പം ഒരു ബറോയുടെ ഡെപ്യൂട്ടി മേയർ കൂടി ആവുക എന്നത് UK രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമാണ്. ഈ അപൂർവതയിലേക്കാണ് പ്രവാസി സമൂഹത്തിനാകെ അഭിമാനമായിക്കൊണ്ട് സജീഷ് ടോം നടന്നു കയറിയിരിക്കുന്നത്. 2021 മുതൽ ബേസിംഗ്സ്റ്റോക്ക് ബറോ കൗൺസിലിലെ പോപ്പിലി വാർഡിൽ പ്രതിനിധീകരിക്കുന്ന സജീഷ് ടോം ഓരോ തിരഞ്ഞെടുപ്പുകളിലും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന കൗൺസിലർമാരിൽ ഒരാൾ കൂടിയാണ്. ഈ വർഷം വിജയിച്ച ഹാംഷെയർ കൗണ്ടിയിലേക്കുള്ള ബേസിംഗ്സ്റ്റോക്ക് നോർത്ത് ഡിവിഷൻ പരമ്പരാഗതമായി ലേബർ പാർട്ടി നിലനിർത്തിപ്പോരുന്ന ഒരു ഡിവിഷൻ ആണെങ്കിലും തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UKയുടെ കുത്തൊഴുക്കൽ വിജയസാധ്യത ഇല്ല എന്ന ലേബർ പാർട്ടി പോലും വിധിയെഴുതിയ ഒന്നായിരുന്നു. UK രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ ചുരുക്കം മലയാളികൾ മാത്രമേ ഡെപ്യൂട്ടി മേയർ പദവികളിൽ എത്തിയിട്ടുള്ളൂ. ഓമന ഗംഗാധരൻ, ഫിലിപ്പ് എബ്രഹാം, മഞ്ജുഷ ഷാഹുൽ ഹമീദ്, ടോം ആദിത്യ, ബൈജു തിട്ടാല തുടങ്ങിയ മലയാളികളുടെ നിരയിലേക്ക് സജീഷ് ടോമിന്റെ പേരുകൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. UKയിലെ മേയർ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത വർഷം മേയിൽ സജീഷ് ടോം മേയർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പ് അയ്യനം പറമ്പിൽ കുടുംബാംഗമായ സജീഷിന്റെ കുടുംബം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള തെക്കൻ പറവൂരിലാണ്. സജീഷിന്റെ ഭാര്യ ആൻസി ഹാംഷെയർ ഹോസ്പിറ്റൽസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ ICU ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി സിസ്റ്ററായി ജോലി ചെയ്യുന്നു. ഏക മകൾ അലീന ലണ്ടനിൽ ജോലി ചെയ്യുന്നു.